നമ്മൾ കഴിഞ്ഞ 4.5 വർഷക്കാലത്തിലധികം കേരളത്തിലെ ഈ ദുർഭരണത്തിനെതിരായി ഏകാധിപതിയായ പിണറായി വിജയനെതിരായി പിണറായി വിജയന്റെ എല്ലാ ദാഠ്യത്തിനുമെതിരായി സന്ധിയില്ലാത്ത സമരങ്ങളുമായി നിയമസഭയ്ക്കകത്തും പുറത്തും പാർട്ടിയും മുന്നണിയും അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുമ്പോൾ ആ പോരാട്ടത്തിന്റെ ഏറ്റവും താഴെയുള്ള കണികകളായി മാറി നിന്നുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകിയ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരാണ് നമ്മൾ ഓരോരുത്തരും. ആ പ്രതീക്ഷയാണ് കേരളത്തിലെ വോട്ടർമാരായിട്ടുള്ള വിശ്വാസികൾ ഏറ്റെടുത്തത്. അവരാണ് ഈ വിജയം നമുക്ക് സമ്മാനിച്ചത്. ആ വിജയം എന്ന് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും അവസാനത്തെ ഒടുക്കത്തെ ഗവൺമെന്റായി പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറാൻ പോകുന്നതിന്റെ സൂചനയാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ആ വിജയത്തിൽ നമ്മൾ മത്സരിച്ച് അഭിമാനത്തോടുകൂടി വിജയിച്ചു വന്നെങ്കിൽ KPCC നിങ്ങളെ ആദരിക്കാനായി ഇവിടെ വിളിച്ചു ചേർത്തു. വിജയിച്ചവരും മത്സരിച്ചവരും നിസാര വോട്ടുകൾക്കും പല കാരണങ്ങൾ കൊണ്ടും പരാജയപ്പെട്ടവരെ അവരെ നിരാശരാക്കാതെ നിങ്ങളും വിജയിച്ചവരോടൊപ്പം അതിശക്തമായി നിങ്ങളുടെ വാർഡുകളിൽ കോൺഗ്രസിന് UDFന് ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നിങ്ങൾക്കും കഴിയണമെന്നുള്ള ഉറച്ച തീരുമാനമാണ് നമ്മൾ ഈ യോഗം സംഘടിപ്പിക്കാൻ കാരണമായത്. നമ്മൾക്ക് 2 ഉത്തരവാദിത്തമാണ് ഉള്ളത്. ഈ വരാനിരിക്കുന്ന മഹായുദ്ധത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ പ്രതിപക്ഷ നേതാവ് നിരന്തരം പറയുന്നത് പോലെ 100-ലധികം സീറ്റോടുകൂടി അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാവുന്ന രാഷ്ട്രീയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. മോഡിയും പിണറായി വിജയനും ഈ SIR എന്ന് പറയുന്ന ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനിലൂടെ ലക്ഷക്കണക്കിന് വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുമ്പോൾ അത് ബൂത്ത് തലത്തിൽ നമ്മുടെ BLAമാരും ബൂത്ത് പ്രസിഡന്റുമാരും പാർട്ടിയുടെ നേതാക്കന്മാരും ഒരു ജനാധിപത്യ മതേതര വിശ്വാസിയുടെ വോട്ട് പോലും വോട്ടർ പട്ടികയിൽ നിന്ന് ചോർന്നു പോകാതെ എല്ലാ പോരാട്ട വീര്യവും എടുത്തുകൊണ്ട് എല്ലാ സംഘടനാ ശക്തിയും എടുത്തുകൊണ്ട് ആ വോട്ടർ പട്ടികയിൽ ആളെ ചേർത്തുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ്.